നമസ്കാരം. നമ്മളിന്ന് മത്സ്യരേഖയെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മത്സ്യരേഖ അല്ലെങ്കിൽ ഫിഷ് സൈൻ എന്ന പേരിലാണ് നമ്മൾ മത്സ്യരേഖയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ വന്നു കഴിഞ്ഞാലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കയ്യിൽ വരുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മത്സ്യരേഖ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭാഗ്യവർദ്ധനവാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, ഇവയെല്ലാം തന്നെ നമുക്ക് മത്സ്യരേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം പണം, സമ്പത്ത്, സ്ഥിരത, ഇതെല്ലാം തന്നെ നമുക്ക് ഫിഷ് സൈനിൽ നിന്നോ അല്ലെങ്കിൽ മത്സ്യരേഖയിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് ഈ മത്സ്യരേഖയുണ്ടെങ്കിൽ മാനസികപരമായിട്ടുള്ള സമാധാനം ഉണ്ടാകുന്നു, മനസ്സിന് ശാന്തി ഉണ്ടാകുന്നു, സന്തോഷങ്ങൾ, അപ്പോൾ നമുക്ക് ഉന്മേഷങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ മത്സ്യരേഖയുടെ ചിഹ്നം നമ്മുടെ കൈപ്പത്തിയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കൈപ്പത്തി മീൻസ് ഹസ്തരേഖയിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതാണെന്ന് പറയാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയെക്കുറിച്ചിട്ടും ദൈവാനുഗ്രഹം, പൂജ, ധ്യാനം എന്നിവയൊക്കെ ഉള്ളിരിക്കുന്ന ഹസ്തരേഖയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, മത്സ്യരേഖയുടെ ചിഹ്നങ്ങളാണ് ഉടലെടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. പിന്നെ ജീവരേഖയ്ക്ക് സമീപം ആണെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ദീർഘായുസ്സുകൾ, ധനരേഖ, അതുപോലെ സൂര്യരേഖ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, പേര്, പ്രശസ്തി, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സംഭവിക്കുന്നു. അതുപോലെ തന്നെ തൊഴിൽ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ ചന്ദ്രപർവ്വതത്തിലാണ് നമ്മുടെ മീൻ്റെ സൈൻ അല്ലെങ്കിൽ ഫിഷ് രേഖ അല്ലെങ്കിൽ മീൻ രേഖ ഉണ്ടെന്നുണ്ടെങ്കിൽ വിദേശ യാത്ര, അതുപോലെ തന്നെ സൃഷ്ടിപരമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട്, പിന്നെ വ്യക്തപരമായിട്ട് നമുക്ക് പൂർണ്ണ രൂപത്തിലും വളരെ അല്ലെങ്കിൽ ഒരു മീൻ്റെ രൂപം അല്ലെങ്കിൽ സൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത് വ്യക്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്തരേഖയിൽ തെളിഞ്ഞു കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യരേഖ തെളിയാതെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലല്ല എന്നുണ്ടെങ്കിലോ അവിടെ ഇവിടെയായിട്ട് മുറിഞ്ഞിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗ്യങ്ങൾ അത്രയും നമുക്ക് ലഭിക്കേണ്ട ഭാഗ്യങ്ങൾ മുഴുവനായിട്ടും നമുക്ക് ലഭിക്കുന്നില്ല, എന്നാലും ഭാഗ്യം ലഭിക്കും എന്നാണുള്ളത്. അപ്പോൾ ഈ നമുക്കൊരു മീൻ്റെ രേഖ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക്ക് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ നന്ദി അറിയിച്ചുകൊണ്ടും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ടും ഞാൻ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള മീൻ രേഖ അല്ലെങ്കിൽ ഫിഷ് സൈൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ. ഈ ചിത്രം നോക്കി മനസ്സിലാക്കുക മീനുകളുള്ള ഹസ്തരേഖ.